നാച്ചുറൽ ലൈഫിലാണ് കണ്ടോ. നാച്ചുറൽ ലൈഫ് ബോർഡാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷമൊക്കെ അറിയാം കേട്ടോ. നല്ല ഭംഗിയൊക്കെ അല്ലേ ഇവിടെ കാണാൻ കണ്ടോ. ഇവിടുത്തെ ഫോട്ടോ ഇങ്ങനെയായിരുന്നു, പക്ഷെ നിലം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, ഇതുപോലത്തെ ബ്ലോക്സ് ആയിരുന്നു. പക്ഷെ ഇപ്പം വന്നപ്പോൾ ഇവിടെ നല്ല ഭംഗിയൊക്കെ ആയി, പുല്ലൊക്കെ സെറ്റ് ചെയ്ത് നല്ലോണമൊക്കെ ആയിട്ടുണ്ട്. നല്ല ഫ്ലവേഴ്സ് അല്ലേ, നല്ല നല്ല സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ റിസോർട്ടില്ലേ, റിസോർട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്ഥലമാണിത്. പിന്നെ ഇവിടെ ഇന്ന് വിഷുവാണ്, അതുകൊണ്ട് ഞാൻ വിഷുവിൻ്റെ കൃഷ്ണനെ കാണിച്ചു തരാം. ബാ, നമുക്ക് പോകാം ഫംഗ്ഷനിലേക്ക്. അവരോടൊക്കെ ചോദിച്ചാൽ കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണൻ, നമ്മളെ കൃഷ്ണൻ കേട്ടോ. കൃഷ്ണൻ മാനേജർ ഇങ്ങനത്തെ ഓരോ സ്ഥലമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. പിന്നെ ഇതാണ് ചേച്ചി മാനേജർ കേട്ടോ, നാച്ചുറൽ ലൈഫിന്റെ മാനേജർ. നമുക്കിനി പോകണം കേട്ടോ. കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. കവിത ടീച്ചർ, ചേച്ചി, അങ്ങനത്തെ ശിവ ടീച്ചറൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് മാനേജറിൻ്റെ റൂം. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല, ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി എല്ലാവരും പരിചയപ്പെടാം. ഓക്കെ, കുറേ റൂംസ് ഉണ്ട്, ഒക്കെ നമുക്ക് കാണാം. നോക്കണ്ട ആൾക്കാർ. ഓക്കെ, നമ്മൾ പോകുന്നുണ്ട്. ഇതാണ് സെറ്റ് ഇവിടുത്തെ. ഓക്കെ, നമുക്ക് പോകാം കേട്ടോ അങ്ങോട്ട്. അങ്ങോട്ട് പോകാം കേട്ടോ. റിസപ്ഷൻ്റെ അടുത്തല്ല, നമ്മൾ യോഗ ഹാളിലേക്ക് പോകാം. നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം. ഇതാണ് സ്റ്റെപ്സ് കേട്ടോ, നല്ല സ്റ്റെപ്സ്. അങ്ങോട്ടൊക്കെ പോയി കാണിച്ചു തരാം കേട്ടോ. നല്ല നല്ല സ്ഥലങ്ങളില്ല കണ്ടോ, നല്ല ഭംഗിയുള്ളതും നല്ല എന്താ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള സ്ഥലം. എന്ന് വെച്ചാൽ നാച്ചുറൽ ഗ്രീനി ഫോറസ്റ്റ് പോലെയാണ് തോന്നുന്നത് എനിക്ക്. പക്ഷെ ആനിമൽസ് ഫോറസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. മുഴുവൻ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ന് വിഷു ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പട്ടുപാവാടയൊക്കെ ഇട്ട് വരുന്നത്. പിന്നെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്കൊരു ഒരു നല്ല സ്ഥലം നിന്ന് വേറെന്തോ സാധനമാണെന്ന് പോലെ തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതെനിക്ക് അറിയാം. പക്ഷെ ഞാൻ കൂടെ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഫ്ലവേഴ്സ് എൻ്റെ ഫേവറേറ്റ് പിങ്കും വയലറ്റും ആണ്. പക്ഷെ അത് പിങ്കും വയലറ്റും കൂടെ ഡെക്കറേറ്റ് ചെയ്താൽ ഇപ്പം ചില ആൾക്കാർക്ക് പിങ്കും വയലറ്റും ഇഷ്ടപ്പെടില്ല. പക്ഷെ നല്ല ഈ പിങ്കും വയലറ്റും കൂടെ ഒരു എന്താ വെച്ചാൽ ഗ്രീനി കടലിലെത്തിയാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവർക്കും വേറെ വേറെ കളേഴ്സ് അല്ലേ. ബാക്കി റെഡ് ഇഷ്ടപ്പെടും, യെല്ലോ ഇഷ്ടപ്പെടും, ഗ്രീൻ ഇഷ്ടപ്പെടും. എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. പക്ഷെ പ്രത്യേക കളേഴ്സാണ് എനിക്ക് ഏറ്റവും പ്രത്യേക ഇഷ്ടപ്പെട്ട കളറാണ് പിങ്കും പിന്നെ വയലറ്റും. നമുക്ക് മുകളിലേക്ക്
കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് യോഗ ഹാൾ, യോഗ ഹാൾ. യോഗ ഉണ്ടാവും, പിന്നെ മെഡിറ്റേഷൻ ഉണ്ടാവും. ഇവിടെ എപ്പോഴും ഇവിടെ ഒരു ചെറിയ സാധനം വരും. അത് ആനിമലാണ് കേട്ടോ, ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് ചെറിയ ക്യാറ്റാണ്. നിങ്ങൾക്ക് പോവും ഇവിടെ. ഇങ്ങനെ പോയി ഇങ്ങനെ നടന്നിട്ടാണ് ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം ഞാൻ പിടിക്കും, അത് ഓടിപ്പോകും ഇങ്ങോട്ട് കേട്ടോ. നമുക്ക് താഴേക്ക് പോവാം. ഇവിടെ മുതൽ നിങ്ങൾ കണ്ടു ഇവിടെ മെഡിറ്റേഷൻ, ഇവിടുത്തെ മെഡിറ്റേഷനും പിന്നെ യോഗയൊക്കെ ഇവിടെയാണ്. ഗ്യാതറിങ് എവിടെയാണെന്ന് എനിക്കറിയില്ല, മുകളിലാണോ താഴെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ നോക്കിക്കാം കേട്ടോ. നമുക്ക് പോവാം. നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഇതിലേ കൂടെ പോകാം കേട്ടോ. ഇത് നല്ല വഴിയാണ്, അറിയില്ല. ഗ്രീനേക്കാട് ഞാൻ പറഞ്ഞ പോലെ ഒരു പിങ്ക് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പിങ്ക് ഇഷ്ടപ്പെടും. കണ്ടില്ലേ? എന്നാൽ താങ്ക് യു. Thank you.